നമസ്കാരം. കയ്യോ കാലോ എന്ന് മുറിഞ്ഞാൽ അവിടെ വൃത്തിയാക്കി ബാൻഡേജ് കെട്ടാത്തവരുമായി ആരുമില്ല. എന്നാൽ ഇത്തരം ബാൻഡേജുകൾ ക്യാൻസർ ബാധിക്കാൻ കാരണമാകുമെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാമാവേഷനും എൻവയോൺമെന്റൽ ഹെൽത്ത് ന്യൂസും ചേർന്നാണ് പഠനം നടത്തിയത്. വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന കുറാഡ്, ബാൻഡെയ്ഡ്, CVS ഹെൽത്ത്, ഇക്വേറ്റ്, റൈറ്റെയ്ഡ്, ആമസോണിന്റെ സോളിമോ എന്നിവ അടക്കമുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ ബാൻഡേജിൽ നടത്തിയ പഠനമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ബ്രാൻഡുകളുടെ ബാൻഡേജുകളിൽ ഹാനികരമായ അളവിൽ രാസവസ്തുക്കൾ അല്ലെങ്കിൽ പോളിഫ്ലൂറോ ആൽക്കൈൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനത്തിലെ പ്രധാന കണ്ടെത്തൽ. 18 വ്യത്യസ്ത ബ്രാൻഡുകളിൽ നിന്നുള്ള 40 ബാൻഡേജുകളിലായിരുന്നു പഠനം. അവയിൽ 26 എണ്ണത്തിലും ഹാനികരമായ PFAS രാസവസ്തുക്കളുടെ സൂചകമായ ഓർഗാനിക് ഫ്ലൂറിൻ കണ്ടെത്തി. 10 പാർട്സ് പെർ മില്യണിന് മുകളിലായിരുന്നു ഇതിന്റെ അളവുകൾ. പരിശോധിച്ച മൊത്തം ബാൻഡേജുകളിൽ 65% PFAS ഉള്ളതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ വിറ്റ ബാൻഡേജുകളിൽ 63% PFAS ഉണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. ഇവയിൽ PFASന്റെ സാന്നിധ്യം കാണിക്കുന്ന ഓർഗാനിക് ഫ്ലൂറിന്റെ അളവ് 11 പാർട്സ് പെർ മില്യൺ മുതൽ 328 പാർട്സ് പെർ മില്യൺ വരെയായിരുന്നു. ബാൻഡേജിൽ അടങ്ങിയ രാസവസ്തുക്കൾ വളർച്ച, പ്രത്യുൽപാദനം, പൊണ്ണത്തടി, വിവിധ തരങ്ങളിലുള്ള ക്യാൻസറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. PFAS അടങ്ങിയ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ രാസവസ്തുക്കൾ രക്തപ്രവാഹത്തിൽ പ്രവേശിക്കും. വൃക്ക, കരളടക്കമുള്ള അവയവങ്ങൾ തകരാറിലാകാനും PFAS പദാർത്ഥങ്ങൾ ഇടയാക്കും. ഇത്തരം രാസവസ്തുക്കൾ അടങ്ങിയ ബാൻഡേജുകൾ തുറന്ന മുറിവുകളിൽ ഒട്ടിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. കണ്ടെത്തലുകൾ ആശങ്കപ്പെടുത്തുന്നതും നിരാശാജനകവുമാണെന്ന് പഠനത്തിന്റെ സഹരചയിതാവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്ത് സയൻസസിന്റെയും നാഷണൽ ടോക്സിക്കോളജി പ്രോഗ്രാമിന്റെയും മുൻ ഡയറക്ടറായ ഡോക്ടർ ലിൻഡ പറയുന്നു. മുറിവ് പരിചരണത്തിന് PFAS ആവശ്യമില്ലെന്നത് വ്യക്തമാണ്. അതിനാൽ തന്നെ നിർമ്മാണത്തിൽ നിന്ന് അവയുടെ സാന്നിധ്യം നീക്കം ചെയ്യണം. പകരം PFAS രഹിത മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കണമെന്നും ലിൻഡ പറയുന്നു. PFAS രാസവസ്തുക്കൾ അവയുടെ വാട്ടർ പ്രൂഫ് സവിശേഷതകൾ കാരണം ബാൻഡേജുകളിൽ ഉപയോഗിച്ചിരിക്കാമെന്നതാണ് മാമാവേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ചൂട്, എണ്ണ, കറ, ഗ്രീസ്, വെള്ളം എന്നിവയെ പ്രതിരോധിക്കുന്ന സിന്തറ്റിക് രാസവസ്തുക്കളാണ് PFAS. പശകൾ, നോൺ സ്റ്റിക് കുക്ക്വെയർ, ഫുഡ് പാക്കേജിംഗ്, വാട്ടർ പ്രൂഫ് വസ്ത്രങ്ങൾ, അഗ്നിശമന നുരകൾ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ അവ സാധാരണയായി കാണപ്പെടാറുണ്ട്. PFAS രാസവസ്തുക്കൾക്ക് ഫോർ-എവർ കെമിക്കൽസ് എന്ന വിളിപ്പേരുമുണ്ട്. അവയിലെ കാർബൺ ഫ്ലൂറിൻ ബോണ്ടുകൾ കാരണം നശിക്കാതെ വർഷങ്ങളോളം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചതും. 1940കളിൽ മുതൽ വ്യാവസായിക നിർമ്മാണത്തിൽ PFAS വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മനുഷ്യരക്തത്തിലും ടാപ്പ് വെള്ളത്തിലും PFAS സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എക്സാമിനേഷൻ സർവേ നടത്തിയ ഒരു ഗവേഷണ പ്രകാരം 97% അമേരിക്കക്കാരുടെയും രക്തത്തിൽ PFAS ഉള്ളതായി കണ്ടെത്തിയിരുന്നു. കൂടാതെ ആർത്തവ ഉൽപ്പന്നങ്ങളിലും ഇവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 330-ലധികം ഇനം വന്യജീവികളിലും PFAS ഉണ്ടെന്ന് ഒരു നോൺ പ്രോഫിറ്റ് ഗ്രൂപ്പിന്റെ പഠനം വെളിപ്പെടുത്തിയിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ 120 അതുല്യമായ PFAS സംയുക്തങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവ വിശാലമായ പരിസ്ഥിതിയിൽ കാലങ്ങളോളം ചുറ്റിത്തിരിയുമെന്ന് ലങ്കാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ക്രിസ്പിൻ ഹൾസാൽ പറയുന്നു. ഏതായാലും ദിവസേന ബാൻഡേജ് ഉപയോഗിക്കുന്ന ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് പഠനം നൽകുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.